എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് കയറിയിട്ട് വാതിലടയ്ക്കുവാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനാലയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ത്യൻ ആണെങ്കിൽ അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ചാട്ടവയർ ഉണ്ടാകും. അതിപ്പോ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തോന്നിൽ ആ ചാട്ടവയർ ഉടക്കിയിട്ട് ആ കെട്ടിടത്തിന്റെ എതിരെ നിന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടി കയറുവാണ്. എന്നിട്ട് തൊട്ടടുത്ത് പൂട്ടിയിട്ടിരുന്ന ആ ഒരു മുറിയുടെ ജനാല പൊളിച്ചുകൊണ്ട് അതിന്റെ അകത്തേക്ക് കയറുവാണ്. ഇതേ സമയം ഇന്ത്യന്റെ പിന്നിലൂടെ വന്ന് ആരൊരാൾ ഇന്ത്യന് തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുവാണ്. ഇപ്പോ ഇന്ത്യൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് അവന്റെ അച്ഛനായിട്ടുള്ള ഹെൻറി ആയിരുന്നു. ഇപ്പോ ഇന്ത്യനെ കണ്ടതുകൊണ്ട് തന്നെ ഹെൻറി ആണെങ്കിൽ അവനോട് ചോദിക്കാണ്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇപ്പോ ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഹെൻറിയോട് പറയുവാണ്. കൂടെ അവന്റെ അച്ഛൻ ഇത്രയും കാലം അന്വേഷിച്ചു നടന്ന് ആ ഒരു രഹസ്യം കണ്ടുപിടിച്ചു എന്ന് ഇന്ത്യൻ ജോൺസൺ അവന്റെ അച്ഛനോട് പറയുവാണ്. ഇത് കേട്ട സമയത്ത് ഹെൻറി ചോദിക്കാണ്, ഇന്ത്യൻ, നീ ആ ഒരു ശവക്കുടീനെ കണ്ടുപിടിച്ചോ? അതിന്റെ അകത്തെ ആ ഒരു പടച്ചട്ട നീ കണ്ടെത്തിയോ? എന്നോട് പറ, എവിടെയാണ് ആ സ്ഥലം? അതായത് ഹെൻറി തന്റെ ജീവിതകാലത്തിന്റെ പകുതിയും ചെലവഴിച്ചത് ആ ഒരു പാനപാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഹെൻറിക്ക് അറിയാം, പക്ഷേ ആ ഒരു നഗരം, ആ ഒരു സ്ഥലം എവിടാണെന്ന് ഹെൻറിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോ ഇന്ത്യൻ ജോൺസൺ പറയാണ്, ആ നഗരത്തിന്റെ പേരെന്ന് പറയുന്നത് അലക്സാണ്ട്രറ്റ് എന്നാണ്. പഴയ നഗരമാണ്, പക്ഷെ ഇപ്പോ നഗരത്തിന്റെ പേരെന്ന് പറയുന്നത് ഇസ്കൻഡോർ എന്നാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഇന്ത്യൻ ജോൺസൺ പറയാണ്. കൂടെ ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, അച്ഛാ, എന്തിനാണ് ഈ നാസികൾ നിങ്ങളിവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഇപ്പോ ഹെൻറി പറയാണ്, തീർച്ചയായിട്ടും എന്റെ ആ ഒരു ബുക്കിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മളെക്കാളും മുന്നേ ആ ഒരു പാനപാത്രം കൈക്കലാക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറി അവരുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ നിനക്കയച്ചു തന്നത്. അതുകൊണ്ടാണ് അവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇതേ സമയത്താണ് ഇവിടെ ഉണ്ടായ ശബ്ദങ്ങൾ കേട്ടിട്ട് ഹിറ്റ്ലറുടെ പടയാളികൾ അങ്ങോട്ടേക്ക് ഓടി കയറുവാണ്. അവരവിടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഹെൻറിയും ഇന്ത്യൻ ജോൺസനും ഒരുമിച്ച് കാണുവാണ്. ഇപ്പോ നാസികൾ അവരുടെ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കുന്ന സമയത്താണ് ഇന്ത്യൻ ജോൺസൺ അവരെല്ലാവരെയും അവിടെ അടിച്ചിട്ട ശേഷം അവരുടെ തോക്ക് കൈക്കലാക്കുവാണ്. എന്നിട്ട് ഇന്ത്യൻ നേരെ തൊട്ടടുത്ത റൂമിലേക്ക് പോവാണ്. കാരണം എന്താ, അവിടെയാണ് എൽസ ഉള്ളത്. ഇപ്പോ ഇന്ത്യൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് എൽസ